നമസ്കാരം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ഇൻഡോ പസഫിക് മേഖലയിൽ ശക്തിപ്പെട്ടു വരുന്ന തന്ത്രപ്രധാനമായ സൈനിക നയതന്ത്ര സഹകരണത്തിൻ്റെ പുതിയൊരു ചരിത്ര അധ്യായമാണ് ദക്ഷിണേഷ്യൻ കടലിടുക്കുകളിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. ആഗോള സമുദ്ര വ്യാപാരത്തിൻ്റെ ജീവനാഡിയായ മലാക്ക കടലിടുക്കിന് കാവലൊരുക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ കടുത്തുറ്റ നിരീക്ഷണ വിമാനമായ P-8I നെപ്റ്റ്യൂൺ സിംഗപ്പൂർ മണ്ണിൽ നിന്നും പറന്നുയർന്ന വാർത്ത അന്താരാഷ്ട്ര പ്രതിരോധ നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സമുദ്ര വ്യാപനത്തെ പ്രതിരോധിക്കാനും ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ വിപുലമായ പ്രതിരോധ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അടിയന്തര വിന്യാസത്തെ വിലയിരുത്തുന്നത്. ഭൂമിശാസ്ത്രപരമായി അതീവ പ്രാധാന്യമുള്ള സിംഗപ്പൂരിലെ പായ ലബാർ വ്യോമതാവളത്തിൽ നിന്ന് ഇന്ത്യൻ നാവികസേന നടത്തിയ ഈ രഹസ്യ ഓപ്പറേഷൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അചഞ്ചലമായ സൈനിക സൗഹൃദത്തിൻ്റെയും സമുദ്ര സുരക്ഷയിലുള്ള പങ്കാളിത്തത്തിൻ്റെയും ആഴം വ്യക്തമാക്കുന്നതാണ്. കഴിഞ്ഞ 30-ാം തീയതി പുലർച്ചെ സിംഗപ്പൂരിലെ പായ ലബാർ വ്യോമതാവളത്തിൽ നിന്ന് ഒരു ഇന്ത്യൻ പെട്രോളിംഗ് വിമാനം പറന്നുയർന്നത് അന്താരാഷ്ട്ര ഫ്ലൈറ്റ് ട്രാക്കിംഗ് സംവിധാനങ്ങളിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. IFC 331 എന്ന കോൾ സൈനിലും 800E8C എന്ന ഹെക്സാപിഡമൽ കോഡിലും തിരിച്ചറിയപ്പെട്ട ഈ വിമാനം ബോയിങ് നിർമ്മിത P-8I നെപ്റ്റ്യൂൺ ആയിരുന്നു. സിംഗപ്പൂരിൽ നിന്ന് പറന്നുയർന്ന ശേഷം ഈ അത്യാധുനിക വിമാനം ചുറ്റുമുള്ള തന്ത്രപ്രധാനമായ സമുദ്ര മേഖലകളിൽ മണിക്കൂറുകളോളം സുരക്ഷാ നിരീക്ഷണവും പട്രോളിംഗും നടത്തുകയുണ്ടായി. ഈ ദൗത്യത്തിൻ്റെ കൃത്യമായ ലക്ഷ്യങ്ങൾ ഇന്ത്യൻ നാവികസേന ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് സമുദ്ര മേഖലയിൽ ഇന്ത്യ നടത്തുന്ന നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ആവൃത്തി സമീപകാലത്ത് എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും വാണിജ്യപരമായി അതീവ പ്രാധാന്യമുള്ളതുമായ മലാക്ക കടലിടുക്കിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന സിംഗപ്പൂരിലെ പായ ലബാർ വ്യോമതാവളം അന്താരാഷ്ട്ര സൈനിക സഹകരണത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സൗഹൃദ രാജ്യങ്ങളുടെ വ്യോമസേനകൾക്കും നാവികസേനകൾക്കും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനും സാങ്കേതിക സഹായം ലഭ്യമാക്കുന്നതിനും പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള താവളമായി ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നു. ആൻഡമാൻ കടൽ മുതൽ ദക്ഷിണ ചൈന കടൽ വരെയുള്ളതും പടിഞ്ഞാറൻ പസഫിക് സമുദ്രം വരെയുള്ളതുമായ വിശാലമായ ജലപാതകൾ നിരീക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സിംഗപ്പൂരിലെ ഈ വിന്യാസം സഹായിക്കുന്നുണ്ട്. ആഗോള വ്യാപാരത്തിൻ്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ മേഖലയിലെ ഭൗമ രാഷ്ട്രീയ മത്സരങ്ങളും നാവിക നീക്കങ്ങളും ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം സമുദ്ര നിരീക്ഷണങ്ങൾക്ക് പ്രാധാന്യമേറുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും മാരകമായ ദീർഘദൂര നിരീക്ഷണ അന്തർവാഹിനി പ്രതിരോധ വിമാനമാണ് P-8I നെപ്റ്റ്യൂൺ. അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ബോയിങ്ങിൻ്റെ P-8I പൊസൈഡൺ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഭാരതത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ഈ വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. കടലിലെ ശത്രു നീക്കങ്ങൾ നിരീക്ഷിക്കൽ, അന്തർവാഹിനികളെ കണ്ടെത്തി തകർക്കൽ, സമുദ്ര ഉപരിതല യുദ്ധങ്ങൾ, കാണാതാകുന്ന കപ്പലുകൾക്കായുള്ള തിരച്ചിൽ എന്നിവയിലെല്ലാം ഈ വിമാനം സമാനതകളില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അത്യാധുനിക റഡാറുകളും ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളും ഇലക്ട്രോണിക് സപ്പോർട്ട് സിസ്റ്റങ്ങളും സോണോബോയ്കളും കൂടാതെ അന്തർവാഹിനികളെ തകർക്കാൻ ശേഷിയുള്ള മാരകായുധങ്ങളും വഹിക്കുന്ന P-8I ഇന്ത്യൻ നാവികസേനയുടെ ശക്തി ഇരട്ടിയാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. സിംഗപ്പൂർ പോലെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വിമാനം പ്രവർത്തിക്കുന്നത് വഴി അടിയന്തര ഘട്ടങ്ങളിൽ ഇന്ത്യൻ സേനയുടെ പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമായ കരാറുകളിലൂടെയും സംയുക്ത പരിശീലനങ്ങളുടെയും പിൻബലത്തിൽ വലിയ വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത്. സിംഗപ്പൂർ സായുധ സേനകൾ തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനായി ഭാരതത്തിൻ്റെ സൈനിക മേഖലകളെ ദീർഘകാലമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇരു നാവികസേനകളും തമ്മിൽ വർഷം തോറും നടത്തുന്ന സിംബെക്സ് സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഉഭയകക്ഷി നാവിക പരിശീലനങ്ങളിൽ ഒന്നാണ്. തുടക്കത്തിൽ ലളിതമായി ആരംഭിച്ച ഈ പരിശീലനം ഇന്ന് അന്തർവാഹിനി പ്രതിരോധം, വ്യോമ പ്രതിരോധം, സമുദ്ര ഉപരിതല യുദ്ധമുറകൾ, പരസ്പര വിവരങ്ങൾ കൈമാറൽ എന്നിവയുൾപ്പെടെ അതീവ സങ്കീർണമായൊരു ആഗോള സൈനിക അഭ്യാസമായി മാറിയിരിക്കുന്നു. നാവിക സഹകരണത്തിന് പുറമെ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള പങ്കാളിത്തമുണ്ട്. ചുരുക്കത്തിൽ സിംഗപ്പൂർ മണ്ണിൽ നിന്നുള്ള ഇന്ത്യൻ നാവിക വിമാനത്തിൻ്റെ ഈ പുതിയ നീക്കം വെറുമൊരു നിരീക്ഷണ പറക്കൽ മാത്രമല്ല, മറിച്ച് ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയിൽ ഭാരതം വഹിക്കുന്ന ഒരു പങ്കിൻ്റെ വിളംബരം കൂടിയാണ്. ചൈനയുടെ സമുദ്രശക്തിയെ പ്രതിരോധിക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ക്വാഡ് സഖ്യ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ തന്ത്രപ്രധാന നീക്കങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ മാനുഷിക സഹായങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും വേഗത്തിലാക്കാൻ സിംഗപ്പൂരുമായുള്ള ഈ സഹകരണം ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് പകരും.
വരും വർഷങ്ങളിൽ ഭാരതത്തിൻ്റെ സമുദ്ര സുരക്ഷാ നയങ്ങളിൽ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള പ്രാധാന്യം എത്രത്തോളം വലുതായിരിക്കുമെന്ന് അടിവരയിടുന്നതാണ് ഈ സംഭവം. ഇൻഡോ പസഫിക് സമുദ്രമേഖലയിൽ തങ്ങളുടെ ഏകപക്ഷീയമായ ആധിപത്യം ഉറപ്പിക്കാൻ വർഷങ്ങളായി കോപ്പുകൂട്ടുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം സിംഗപ്പൂർ മണ്ണിൽ നിന്നുള്ള ഭാരതത്തിൻ്റെ പുതിയ നാവിക സൈനിക നീക്കങ്ങൾ വലിയൊരു ഭൗമ രാഷ്ട്രീയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. ആഗോള സമുദ്ര വ്യാപാരത്തിൻ്റെ കവാടമായ മലാക്ക കടലിടുക്കിൽ ഇന്ത്യയുടെ അത്യാധുനിക P-8I നെപ്റ്റ്യൂൺ വിമാനങ്ങൾ നിരീക്ഷണം ശക്തമാക്കുമ്പോൾ അത് ബെയ്ജിങ്ങിൻ്റെ ഉറക്കം കെടുത്തുന്ന വിദേശ നയ വെല്ലുവിളിയായി മാറുന്നു. ഏഷ്യൻ തീരങ്ങളിൽ തങ്ങൾ തീർത്ത സാമ്പത്തിക സൈനിക പ്രതിരോധ കോട്ടകളെ ഭാരതം തന്ത്രപരമായി മറികടക്കുന്നു എന്ന തിരിച്ചറിവ് ചൈനീസ് ഭരണകൂടത്തെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ചൈനയുടെ വിദേശ വ്യാപാരത്തെയും ഊർജ്ജ ഇറക്കുമതിയും ശ്വാസം മുട്ടിക്കാൻ പോകുന്ന കത്രികപ്പൂട്ടായി ഈ ഇന്ത്യ സിംഗപ്പൂർ സഖ്യം മാറുന്നതിൻ്റെ പശ്ചാത്തലവും ഇത് ചൈനയ്ക്ക് എത്രത്തോളം മാരകമായ ഭീഷണി ഉയർത്തുന്നത് എന്നതും ആഗോള പ്രതിരോധ രംഗത്ത് ഇന്നും അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചൈനയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ മലാക്ക ഡിലമ അഥവാ മലാക്ക പ്രതിസന്ധി തന്നെയാണ്. ചൈനയിലേക്ക് എത്തുന്ന ക്രൂഡ് ഓയിലിൻ്റെയും മറ്റ് ഊർജ്ജ സ്രോതസ്സുകളുടെയും 80% കടന്നു പോകുന്നത് അതീവമായി ഇടുങ്ങിയ മലാക്ക കടലിടുക്കിലൂടെയാണ്. യുദ്ധസമാനമായ സാഹചര്യമുണ്ടായാൽ ശത്രു രാജ്യങ്ങൾ ഈ കടലിടുക്ക് ഉപരോധിച്ചാൽ ചൈനയുടെ ഇന്ധന വിതരണവും വിദേശ വ്യാപാരവും പൂർണ്ണമായി നിലയ്ക്കുകയും അവരുടെ രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. ഭാരതം തങ്ങളുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സൈനികശേഷി വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ ചൈനയ്ക്ക് ഈ ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആൻഡമാൻ കടലും കടന്ന് സിംഗപ്പൂരിലെ വ്യോമതാവളം കൂടി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേന നേരിട്ട് പെട്രോളിംഗ് ആരംഭിച്ചതോടെ ചൈനയുടെ ഏറ്റവും ദുർബലമായ ഈ വാണിജ്യപാതയ്ക്ക് മേൽ ഭാരതത്തിന് പൂർണ്ണമായ നിയന്ത്രണം കൈവന്നിരിക്കുകയാണ്. തെക്കൻ ചൈന കടലിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നുകയറാനുള്ള ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിലുള്ള ശക്തമായ മറുപടിയാണ് ഇന്ത്യയുടെ ഈ മുന്നേറ്റം. ശ്രീലങ്കയിലെ ഹമ്മൻതോട്ട, പാകിസ്ഥാനിലെ ഗോദർ തുടങ്ങിയ തുറമുഖങ്ങൾ സ്വന്തമാക്കി ഭാരതത്തെ വളയാൻ ചൈന ശ്രമിച്ചപ്പോൾ ഭാരതം കിഴക്കോട്ട് നോക്കി പ്രവർത്തിക്കുക എന്ന ആക്ട് ഈസ്റ്റ് നയം വഴി ചൈനയുടെ തൊട്ടടുത്ത് തന്നെ പ്രതിരോധ വലയം തീർത്തു. സിംഗപ്പൂരുമായി ഇന്ത്യക്കുള്ള ദീർഘകാല പ്രതിരോധ കരാറുകൾ ചൈനയുടെ സ്വന്തം അതിർത്തി മേഖലകളിൽ ഇന്ത്യൻ സാന്നിധ്യം ഉറപ്പാക്കാൻ സഹായിക്കും. ചൈനീസ് അന്തർവാഹിനികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ മലാക്ക കടലിടുക്കിലെ ഇന്ത്യൻ വിമാനങ്ങളുടെ നിരീക്ഷണത്തിന് സാധിക്കും. അന്തർവാഹിനികളെ കൃത്യമായി കണ്ടെത്താൻ ശേഷിയുള്ള P-8I വിമാനങ്ങൾ ചൈനയുടെ സമുദ്രാടിത്തട്ടിലെ രഹസ്യ നീക്കങ്ങളെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കും. കൂടാതെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് മേധാവിത്വം പുലർത്താമെന്ന ചൈനയുടെ കണക്കുകൂട്ടലുകൾക്കും ഇത് വലിയൊരു പ്രഹരമാണ്. സിംഗപ്പൂർ പോലുള്ള ഒരു പ്രമുഖ ഏഷ്യൻ രാജ്യം ഭാരതത്തിൻ്റെ അത്യാധുനിക നാവിക വിമാനങ്ങൾക്ക് തങ്ങളുടെ മണ്ണിൽ സൗകര്യമൊരുക്കുമ്പോൾ അത് ചൈനയുടെ പ്രാദേശിക ഭീഷണികൾക്കെതിരെ മറ്റ് രാജ്യങ്ങൾ ഭാരതത്തെ ഒരു ശക്തമായ സുരക്ഷാ പങ്കാളിയായി കാണുന്നതിൻ്റെ തെളിവാണ്. ചൈനയുടെ വിപുലീകരണ നയങ്ങളിൽ അതൃപ്തിയുള്ള വിയറ്റ്നാം, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ സജീവ സാന്നിധ്യം വലിയൊരു ആത്മവിശ്വാസവും നൽകും. അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവരടങ്ങുന്ന ക്വാഡ് സഖ്യവുമായി ഭാരതം പുലർത്തുന്ന അടുത്ത ബന്ധം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ ഒറ്റപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് ഭാരതം സിംഗപ്പൂരിലൂടെ ശക്തമായ നേതൃത്വം നൽകുകയാണെന്ന് വ്യക്തമാണ്. ചുരുക്കത്തിൽ സിംഗപ്പൂർ കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയുടെ ഈ നാവിക ഓപ്പറേഷനുകൾ ചൈനയുടെ ആഗോള സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. തങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും സൈനിക രഹസ്യങ്ങളും ഒരേപോലെ അപകടത്തിലാക്കുന്ന ഒരു തന്ത്രപ്രധാന പ്രതിസന്ധിയിലാണ് ബെയ്ജിംഗ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഹിമാലയൻ അതിർത്തികളിൽ ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് കടലിൽ അതിനേക്കാൾ വലിയ തിരിച്ചടി നൽകാൻ ഭാരതത്തിന് സാധിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഈ നീക്കം നൽകുന്നത്. വരും നാളുകളിൽ ചൈനയുടെ കടൽക്കൊള്ള പോലുള്ള അധിനിവേശ ശ്രമങ്ങളെ തടയാനും ആഗോള സമുദ്രപാതയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും ഭാരതത്തിൻ്റെ ഈ നയതന്ത്ര സൈനിക മുന്നേറ്റങ്ങൾ ചൈനയ്ക്ക് മേൽ വലിയൊരു പ്രതിരോധ മതിൽ തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.